അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1327. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദാ ഇഗ്തസല മിനൽ ജനാബത്തി, അവിടുന്ന് ജനാബത്ത് കുളിക്കാൻ ഉദ്ദേശിച്ചാൽ, യബ്ദഉ ഫയഗ്സുലു യദൈഹി, ആദ്യം രണ്ട് കൈ കഴുകിക്കൊണ്ടാണ് അവിടുന്ന് കുളി തുടങ്ങാറ്. കുളിക്കുന്നതിന് മുമ്പ് ആദ്യം അവിടുത്തെ രണ്ട് കൈകൾ കഴുകും. കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നീട് കൈവെള്ളത്തിൽ പ്രവേശിപ്പിക്കുക. സുമ്മ യുഫ്രിഗു ബിയമീനിഹി അലാ ശിമാലിഹി, പിന്നെ അവിടുത്തെ വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മേൽ വെള്ളം ചൊരിക്കും. ഫയഗ്സിലു ഫർജഹു, അവിടുത്തെ ഗുഹ്യഭാഗം ശരിക്ക് വൃത്തിയായി കഴുകും. സുമ്മ യതവല്ലഉ വുദൂഅഹു ലിസ്സലാഹ്, പിന്നെ നിസ്കാരത്തിന് വേണ്ടി വുദൂ എടുക്കുന്നത് പോലെ സമ്പൂർണമായ വുദൂ ചെയ്യും. സുമ്മ യഖുദുൽ മാ, പിന്നെ അവിടുന്ന് വെള്ളമെടുക്കും. ഫയുദ്ഖിലു അസ്വാബിഅഹു ഫി ഉസൂലി ശഅരി, പിന്നെ മുടിയുടെ അടിയിലേക്ക് വിരലെത്തുന്ന രൂപത്തിൽ വിരൽ പ്രവേശിപ്പിച്ച് തലയുടെ മുടികൾക്കിടയിലൂടെ വിരൽ കടത്തിയിട്ട് ആ മുടി ഇങ്ങനെ തിക്കാറ്റിയിട്ട് അവിടുന്ന് കഴുകും. തലയുടെ എല്ലാ ഭാഗത്തും തൊലിയിലേക്ക് വെള്ളമെത്തി എന്ന് ഉറപ്പാവുന്നവരെ. ഹത്താ ഇദാ റആ അൻ ഖദ് ഇസ്തബറഅ, തലയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തി കഴുകി പൂർണ്ണമായി എന്ന് ഉറപ്പായാൽ, ഹഫന അലാ റഅസിഹി സലാസ ഹഫനാത്ത്, പിന്നീട് 3 കോരൽ വെള്ളം തലയിലേക്ക് ഒഴിക്കും. സുമ്മ അഫാദ അലാ സായിരി ജസദിഹി, പിന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളം ഒഴിക്കും. സുമ്മ ഗസല റിജ്ലൈഹി, പിന്നെ അവിടുത്തെ 2 കാല് കഴുകും. ഇങ്ങനെയായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചിരുന്ന രൂപം. അവിടുന്ന് ജനാബത്ത് കുളിക്കേണ്ട രൂപം അവിടുന്ന് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൃത്തി വളരെ ഇഷ്ടമായിരുന്നു. സ്വഹാബത്തിന് ഏറ്റവും കൂടുതൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വിഷയവും ത്വഹാറത്ത്, ശുദ്ധീകരണത്തിൻ്റെ രൂപങ്ങളും അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ വൃത്തി ഉണ്ടാവുക, ശുദ്ധി ഉണ്ടാവുക, ഇതവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ കൃത്യമായ രൂപങ്ങളും, എങ്ങനെ ചെയ്യണം, ഏതെങ്കിലും രൂപത്തിൽ കുളിച്ചു പോരില്ല, കുളിക്കുന്നതിൻ്റെ കൃത്യമായ രൂപങ്ങൾ എല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.